ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് മഴക്കാലമൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നട്ടാൽ വളരുന്ന കുറച്ച് പ്ലാന്റ്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നമുക്ക് പെട്ടെന്ന് വളർന്നു കിട്ടുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ ആദ്യം വരുന്നത് ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ 2 വെറൈറ്റിയാണ്. റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുമാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് വരുന്നത്. നമുക്ക് ഈ കാലാവസ്ഥയിലൊക്കെ നട്ടു വളർത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. അടുത്തത് വരുന്നത് ഫാഷൻ ഫ്ലോറേൻ്റെ 2 വെറൈറ്റിയാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പൂക്കളോടൊക്കെ സാമ്യമുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിനും 50 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ. ഇതിന് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊരു പേരും കൂടി ഉണ്ട്, കാരണം ഇതിന് വെളുത്തുള്ളിയുടെ സ്മെല്ലാണ് ഉള്ളത്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്തായിട്ട് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ കസ്കഡ്. നമ്മൾ ഈ മഴക്കാലത്ത് നട്ടാൽ വേനൽക്കാലം ആകുമ്പോഴൊക്കെ നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റാണ് ഗോൾഡൻ കസ്കഡ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തത് വരുന്നത് ലേഡി ഷൂ പ്ലാന്റിൻ്റെ 2 വെറൈറ്റിയാണ്. ഒന്ന് യെല്ലോയും റെഡും മിസ്സായിട്ടുള്ളൊരു കളറും, ഒരെണ്ണം റെഡ് മാത്രമായിട്ടുള്ളൊരു കളറുമാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് 55 രൂപയാണ് വരുന്നത്. സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, പ്രത്യേകം നോക്കുക. അടുത്ത് വരുന്ന ബ്രൈഡൽ ബക്കറ്റിന് 2 വെറൈറ്റിയാണ്. ഒന്ന് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റുമാണ്. യെല്ലോൻ്റെ ലീഫും വൈറ്റിൻ്റെ ലീഫും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സാണ് നമ്മൾ അയക്കുന്നത്. നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്തത് വരുന്നത് നല്ല ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നീലക്കൊടുവേലി. നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്ന ലെമണിൻ്റെ സ്മെല്ലുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലെമൺ വൈന്. നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിനും 60 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് പിങ്ക് പെട്രിയ അഥവാ കോഞ്ചി എന്നറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. നല്ല പിങ്ക് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് വൈറ്റ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ക്ലിയോഡെൻഡ്രോൺ. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കൊലകൊലയായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ട്രംപറ്റ് വൈന്. നല്ല ഭംഗിയാണ്, പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണിത്. പെട്ടെന്ന് മതിലുകളിൽ പടർന്ന് കയറി നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 55 രൂപയാണ് വരുന്നത്. അടുത്തത് ഓറഞ്ച് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണ് മെസ്സിക്ക ഫ്ലെയിം അഥവാ ഊട്ടി ഡേയ്സി എന്നറിയപ്പെടുന്ന പ്ലാന്റ്. ഇതും പെട്ടെന്ന് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് പെട്രി അഥവാ സാൻഡ് പേപ്പർ വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ വൈറ്റ് കളറും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അത്യാവശ്യം സ്മെല്ലുള്ളൊരു പ്ലാന്റും കൂടിയാണിത്. അടുത്തതും വരുന്ന നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നറിയപ്പെടുന്ന പ്ലാന്റ്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണിത്. പിന്നെ അതുപോലെ തന്നെ ഇത് എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റും കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 70 രൂപയാണ് വരുന്നത്. അടുത്ത് വരുന്നത് മണിമുല്ല പ്ലാന്റ് ആണ്. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് മണിമുല്ല പ്ലാന്റ്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 60 രൂപയാണ് വരുന്നത്. 2-3 ഫ്ലവറിങ് പ്ലാന്റും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കോറൽ വൈന്, അതുപോലെ തന്നെ ഹണിസക്കിൾ, പിന്നെ മധുമാലതി എന്നറിയപ്പെടുന്ന പ്ലാന്റും. മധുമാലതി നല്ല സ്മെല്ലുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഈ ഒരു മഴക്കാല ടൈമിൽ വളർത്തിയാൽ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ്. നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നട്ടാൽ നമുക്ക് വേനൽക്കാലം ആകുമ്പോഴത്തേന് നല്ലോണം ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു 5 കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 5 പ്ലാന്റിനും കൂടി 300 രൂപയാണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.